2026 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു എൻ ഡി എയുടെ ഘടകകക്ഷി എന്ന നിലയിൽ അങ്ങ് ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എൻ ഡി എയുടെ വിജയ സാധ്യത എത്രത്തോളമുണ്ട്? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം എൻ ഡി എക്ക് ഒരു പുതിയ യുവത്വം വന്നെന്ന് പറയാം. കാരണം ബി ജെ പിയിലും സാധാരണ പ്രവർത്തകർക്കൊരാവശ്യം വന്നിട്ടുണ്ട്. രണ്ടാമത് എൻ ഡി എയുടെ ഘടകകക്ഷികൾക്കെല്ലാം ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി ഈ പി എൻ സാൻമാജി മേഘാലയയിൽ എന്ന് വെച്ചാൽ എൻ സി പിയിൽ നിന്ന് പിളർന്ന് സാൻമാജി തുടങ്ങിയപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ദേശീയ നേതൃത്വം പറയുന്നത് നിങ്ങൾ ബൂത്തിൽ നിന്ന് പ്രവർത്തനം തുടങ്ങണം, വലിയ നേതാക്കന്മാരെയൊന്നും ആവശ്യമില്ല, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. അപ്പം ബൂത്ത് അടിസ്ഥാനത്തിലും വാർഡ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ CPM തകരാതിരിക്കുന്നത്. അവർക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനം, അതെ, ഏറ്റവും താഴെ തട്ടിൽ. അപ്പോൾ അത് എൻ ഡി എയിലെ എല്ലാ ഘടകകക്ഷികളോടും പറയുകയും ബി ജെ പി ഇന്ന് വളരെ ഗംഭീരമായിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനത്തിലേക്ക് വ്യാപൃതമായിട്ടുണ്ട്. ഞങ്ങളും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പല സീറ്റുകളിലും മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ശക്തിയുള്ള, കേരളത്തിൽ മൊത്തം ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, 5-6 ജില്ലകളിൽ നമ്മൾ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊക്കെ വേരോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട്. ആ കണക്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബി ജെ പി ഏതാണ്ട് 20% വോട്ടുള്ള എൻ ഡി എ, ഇപ്പോൾ ബി ജെ പിയും ബി ഡി ജെ എസുമാണ് അതിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ. അപ്പോൾ 20% വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്. അമിത്ഷാ പറയുന്നതനുസരിച്ചാണ് ഒരു 5% വോട്ട് കൂടെ പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ബി ജെ പിക്ക് അത് വലിയ നേട്ടം ആയി മാറും, ഞങ്ങൾ ഭരണത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്ന് പോലും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു MLA പോലും ബി ജെ പിക്ക് കേരളത്തിൽ നിലവിൽ ഇല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിയമത്തിൻ്റെ വഴിയിൽ 4 MLA കിട്ടും എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന NDA എന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വോട്ട് ചോദിച്ച് അതിൽ വോട്ട് ലഭിച്ച് ജയിച്ചു വന്നവർ ഇന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ആത്മവിശ്വാസം ഗുണം ചെയ്യുമോ? അല്ല, ആത്മവിശ്വാസം ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ നല്ലൊരു ചിട്ടയ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതിന് മുമ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജാഥ നടത്തുമ്പോൾ ആൾക്കാർ കൂടുന്നൊരു പ്രവർത്തനം മാത്രമായിരുന്നു. ഇന്നങ്ങനല്ല, വാർഡ് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും അവർ പ്രത്യേകമായ കോർഡിനേറ്റർമാരെ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയുണ്ട്. അപ്പം പണ്ടെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ ആ പ്രാദേശികമായ ആൾക്കാർ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് സംഘാടകരുണ്ടാവുന്നു അല്ലാതെ ഇന്ന് ഇലക്ഷന് ഏകീകൃത സ്വഭാവമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ്റെ ക്യാമ്പയിൻ നടത്തുന്ന പോലും അന്നേരം RSSൻ്റെ കുറച്ച് ആൾക്കാർ വരും, BJPയുടെ കുറേ ആൾക്കാർ വരും. ഇന്നങ്ങനെയല്ല, BJPക്ക് കാതലായ വേരുകൾ എല്ലാ പഞ്ചായത്തുകളും ഉണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ NDAയുടെ ഭാഗമാണെങ്കിൽ പോലും ഞങ്ങൾ പല പാർട്ടി ഉണ്ടാക്കാൻ പോകുമ്പോൾ കാര്യമ്പോൾ അവർ ആരാണ് എന്താണെന്നൊക്കെ തന്നെ അവരുടെ പാർട്ടിക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾ ദേശീയ കക്ഷിയാണെന്ന് പറയുന്നു, നിങ്ങൾ ഏതാണ് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനം ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം മുതൽ വളരെ വലുതായ മാറ്റം കേരളത്തിലുണ്ടാകും. ബി ജെ പിക്ക് നേട്ടങ്ങളുണ്ടാകും, NDAക്ക് നേട്ടങ്ങളുണ്ടാകും. അത് ഈ പറഞ്ഞതുപോലെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ NPPക്ക്, അങ്ങയുടെ പാർട്ടിക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഇപ്പോൾ നിലവിൽ അങ്ങ് പറഞ്ഞു എല്ലാ സ്ഥലത്തും പ്രവർത്തനമില്ലാന്ന്, നിലവിൽ എവിടെയൊക്കെയാണ്? ഇപ്പോൾ NPPക്ക് 14 ജില്ലാ കമ്മിറ്റികളുണ്ട്. പക്ഷേ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം, ഈ ജില്ലകളിലാണ്, തെക്കൻ ജില്ലകൾ ആണ് ഞങ്ങൾ കൂടുതൽ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ വരുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ്. BJPയിലോട്ട് നേരിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ക്രിസ്ത്യൻ സമുദായത്തിലെ മുഴുവൻ ആൾക്കാരും NDA ലൈനിൽ നിൽക്കണമെന്ന ആൾക്കാരും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് ഒരു ട്രൈബൽ ക്രിസ്ത്യൻ നേതാവായിരുന്നു. ഇന്ന് കേരള കോൺഗ്രസ് ആയിരുന്നു യഥാർത്ഥ ഒരു ക്രിസ്ത്യാനികൾ പാർട്ടി എന്ന് പറയാവുന്നത്. ഇന്നത് പല കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി. പിന്നെ അവർക്കൊരു ദേശീയ കാഴ്ചപ്പാടില്ല. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ക്രിസ്ത്യൻ പാർട്ടി, ട്രൈബൽ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ പാർട്ടി എന്ന് പറയുന്നത് NPP ആണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കി കൂടുതൽ ക്രിസ്ത്യൻ നേതാക്കന്മാരും ക്രിസ്ത്യാനികളും നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കോട്ടയത്താണ്. കോട്ടയമാണ് നമ്മുടെ പാർട്ടി ഓഫീസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം. പിന്നെ ഇന്ന് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ പറഞ്ഞാൽ KM മാണി സാറിനെ മകന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ഇടതുപക്ഷം ബാർക്കോഴ കേസിൽ നോട്ടെണ്ണാൻ മിഷൻ മേടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് തന്നെ മകൻ പോയി ചത്തുകൊടുത്തു. ആ പാർട്ടിയെ കൊണ്ട് കെട്ടിക്കൊടുത്തു. ആ പാർട്ടിയുടെ ആർജവം ഇല്ലാതാക്കി. കാരണം ആ പാർട്ടിയുടെ ഒരു MPയെ നവകേരള സദസ്സിൻ്റെ ഇത് വെച്ച് കോട്ടയത്ത് വെച്ച് ആക്ഷേപിച്ചിട്ട് ഒരു പത്രപ്രസ്താവന പോലും ഇറക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമുണ്ടെന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. അത്രത്തോളം അധപ്പതിച്ചു പോയൊരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടേത്. അദ്ദേഹം ഇത്രയും വർഷം മാണി സാറ് ജയിച്ചു വന്ന സീറ്റിൽ ജോസ് കെ മാണിക്ക് ഇന്ന് ജയിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. തോറ്റുപോയി. അദ്ദേഹം ഇന്ന് കടുത്തുരുത്തിയിൽ മത്സരിച്ചാലോ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ തിരുവമ്പാടിയിലും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത്, അപ്പം പണ്ട് ക്രിസ്ത്യൻസ് വിഭാഗത്തിൻ്റെ ഒരു ശബ്ദം മാണി സാറായിരുന്നു കേരള കോൺഗ്രസ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു MPയെ, അതേസമയം മാണി സാറ് ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ഈ നവകേരള സദസ്സിൻ്റെ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് രാജിവെച്ച് പത്രപ്രസ്താവന നടത്തി അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ നിലനിൽക്കുന്ന പാർട്ടിയായി മാറിയേനെ. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറിയാം എന്തു പറഞ്ഞാലും സഹിച്ചോളും. അതിനകത്തുള്ള മുഴുവൻ പ്രവർത്തകരും അസംതൃപ്തരാണ്. കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നവരാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോയത്. അവർക്ക് അതിനകത്ത് എത്ര ചവിട്ടിയാലും കൊള്ളുക മാത്രമേ ഇനിയുള്ള സ്ഥിതി. അല്ലെങ്കിൽ വീണ്ടും കാല് പിടിച്ച് UDF പാളയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് KM മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ ദൗത്യം. അതേ ഉള്ളൂ. ഈ സാഹചര്യത്തെ നല്ല ഭംഗിയായി മുതലെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി. അല്ല, ഇതിനകത്ത് ഇന്ന് NDA കാഴ്ചപ്പാടോടുകൂടി വളരെ യുവാക്കളാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും മറ്റു സമുദായങ്ങളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് പിന്നെ ഇന്നുള്ളത് കേരളത്തിലുള്ള NDAയുടെ ഘടകകക്ഷിയിൽ ഞങ്ങൾ മാത്രമാണ് ദേശീയ പാർട്ടി. ആ ദേശീയ കാഴ്ചപ്പാടോട് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്കത് ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് തരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതാണ്. എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ പറഞ്ഞ തെക്കൻ ജില്ലകളിലായിരിക്കും NPP കൂടുതലും മത്സരിക്കുക. ഇപ്പം എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിലും ശക്തമായി പ്രവർത്തനം നടക്കുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിലാണ്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ NPPക്ക് മത്സരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായ ശക്തി കാര്യങ്ങൾ നീക്കിയിട്ട് നമ്മളത് NDAയിൽ ഉന്നയിക്കും. ഏകദേശം ഏതാണ്ട് എത്ര സീറ്റുകളിൽ മത്സരിക്കാനാണ്? അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ചതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം NDAയിൽ ചർച്ച ചെയ്യണം, നമ്മുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യണം, നമ്മൾ ആരെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളത് തീരുമാനിക്കണമല്ലോ. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം കുറച്ചുകൂടെ വ്യക്തമാകും. അതെ, കാരണം പഞ്ചായത്തുകളിലേക്ക് ജയിച്ചു വരുന്നതും മറ്റ് അതിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ NDA മുന്നണിയിൽ നമ്മൾ സാധാരണ രണ്ടുപേരുടെ പേരേ കേട്ടിട്ടുള്ളൂ, BJPയും BDJSഉം. ഇപ്പോൾ ഇത് ഒരു പുതിയ പാർട്ടി അല്ല. 8 മാസം കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് 4-5 ജില്ലകളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസും കാര്യങ്ങളും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസുകളും ഒക്കെ വരാൻ ചെയ്തു. അതുപോലുള്ള പ്രവർത്തകരും എത്തിക്കാൻ പറയും. ഏതാണ്ട് ഈ മെമ്പർഷിപ്പ് ചേർക്കുന്നതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്ര പേര് ഇതിനകത്ത് മെമ്പർഷിപ്പ്? ഏകദേശം നമുക്കൊരു കഴിഞ്ഞ മാസമൊക്കെ ഒരു 10-17,000 മെമ്പർഷിപ്പുകൾ ചേർന്നിട്ടുണ്ട്. അതിനകത്ത് അതെല്ലാം ആക്റ്റീവ് പ്രവർത്തകരല്ല. അതാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു ദേശീയ പാർട്ടി കൂടി കേരളത്തിൽ
അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് NPP. തീർച്ചയായിട്ടും. ഏതായാലും അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം.